ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവനൊരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു ആ പശുക്കുട്ടിയുടെ പേര്. എന്നും രാവിലെ അപ്പു സുന്ദരിയും കൂട്ടി പുല്ല് മേയ്ക്കാൻ പോകുമായിരുന്നു. ഒരു ദിവസം പുല്ല് മേയുന്നതിനിടെ സുന്ദരി മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം കണ്ടപ്പോൾ മാൻകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, നീയും എന്റെ കൂടെ കാട്ടിലേക്ക് പോയോ? എന്ത് ഭംഗിയ കാട് കാണാൻ. അവിടെ ധാരാളം മരങ്ങളും നല്ല പൂക്കളും ഭംഗിയുള്ള പുല്ലുകളും ഉണ്ട്. പല പ്രാവശ്യം വിളിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടി എപ്പം പോയി. കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു, ഹായ് ഹായ്, എന്ത് ഭംഗിയ കാട് കാണാൻ. എത്ര പൂക്കളാ, എത്ര മരങ്ങളാ, ഭംഗിയുള്ള പുല്ലുകൾ. അങ്ങനെ സുന്ദരി അവിടെ കാളിച്ച് ഉദ്ദേശിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ശബ്ദം കേട്ടത്. സുന്ദരി പേടിച്ചു പോയി. സുന്ദരി ചോദിച്ചു, മാൻകുട്ടി മാൻകുട്ടി, എന്താണ് ആ ശബ്ദം? മൃഗങ്ങളെല്ലാം പേടിച്ചോടുന്നുണ്ടല്ലോ. കൂട്ടത്തിൽ മാൻകുട്ടി ഓടാൻ തുടങ്ങി. ഓട്ടത്തിനിടെ മാൻകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, നീയും ഓടിക്കോ, കാട്ടിലെ രാജാവ് സിംഹം വരുന്നുണ്ട്. അങ്ങനെ സുന്ദരിയും പേടിച്ചോടാൻ തുടങ്ങി. ഓട്ടത്തിനിടെ സുന്ദരി ചോദിച്ചു, മാൻകുട്ടി മാൻകുട്ടി, നീ കാടിനെ വലിയ കുറച്ച് പാട്ടല്ലേ പറയുള്ളൂ, കാടിന് അപ്പം വെച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, അതെന്തേ? എനിക്കിപ്പോ മനസ്സിലായി, പല്യമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. അങ്ങനെ സുന്ദരി അതുമായി വീട്ടിലേക്ക് പോയി. പാവ അപ്പം സുന്ദരിയെ മാറ്റി വീട്ടിൽ പറ്റി തന്നെ നിൽക്കണ്ടായിരുന്നു. സുന്ദരി വന്നപ്പോൾ അപ്പൂന് സന്തോഷമായി. പിന്നെ ഒരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയതേ ഇല്ല. കൂട്ടുകാരെ, ഈ കഥയിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. നന്ദി, നമസ്കാരം.